പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബത്തിന് രേഖകളൊന്നും ആവശ്യപ്പെടാതെ ഇൻഷുറൻസ് തുക നൽകി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കർണാടകയിലെ മാഠിയിൽ നിന്ന് പുൽവാമയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ എച്ച് ഗുരുവിന്റെ കുടുംബത്തിനാണ് LIC പണം നൽകിയത്. മാഠിയിലുള്ള LIC ബ്രാഞ്ച് 3,82,199 രൂപയാണ് ഗുരുവിന്റെ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ഗുരുവിന്റെ വീരമൃത്യു സംഭവിച്ച 48 മണിക്കൂർ തികയും മുമ്പ് എത്തിച്ചത്. LIC അധികൃതർ മരണ സർട്ടിഫിക്കറ്റിനോ മറ്റു രേഖകൾക്കോ കാത്തുനിന്നില്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ സമർപ്പിച്ചാലാണ് ഇൻഷുറൻസ് തുക നോമിനിയുടെ പേരിലേക്ക് മാറ്റാറ്. എന്നാൽ എച്ച് ഗുരുവിന്റെ കാര്യത്തിൽ മരണ സർട്ടിഫിക്കറ്റോ മറ്റ് രേഖകൾക്കോ ഒന്നും കാത്തു നിൽക്കാതെ LIC അധികൃതർ പണം അനുവദിക്കുകയായിരുന്നു. അതേസമയം ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ പ്രശംസയാണ് നേടുന്നത്. 8 വർഷം മുൻപാണ് ഗുരു അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഭാഗമാകുന്നത്. കാശ്മീരിൽ എത്തുന്നതിന് മുൻപ് ഇദ്ദേഹം ജാർഖണ്ഡിലാണ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. ഈ മാസം ആദ്യം മാഠിയിലെ വീട്ടിൽ അവധിക്കെത്തിയ ഗുരു ഫെബ്രുവരി 10-നായിരുന്നു ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയത്. ഗുരു ഭീകരാക്രമണം നടന്ന ദിവസം ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വിളിച്ച അമ്മയുമായി സംസാരിച്ചിരുന്നു. 6 മാസം മുൻപാണ് ഇദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏക സ്ഥിര വരുമാനക്കാരനായിരുന്നു ഗുരു. അനുജൻ ഒരു കൂലിപ്പണിക്കാരനാണ്. വ്യാഴാഴ്ച ഗുരുവിന്റെ ഫോൺ കോൾ വന്നിരുന്നു. എന്നാൽ ജോലികൾക്കിടയിൽ അത് കണ്ടില്ല. അല്പസമയത്തിന് ശേഷം തിരികെ വിളിച്ചെങ്കിലും ഗുരുവിന്റെ നമ്പർ പരിധിക്ക് പുറത്തായിരുന്നു. അവസാനമായി തന്റെ ഭർത്താവിനോട് സംസാരിക്കാനുള്ള അവസരം പോലും വിധി തട്ടിയെടുത്തുവെന്ന് കലാവതി കണ്ണീരോടെ പറഞ്ഞു. ഭീകരാക്രമണം നടന്ന ദിവസം രാത്രി 11-ഓടെയാണ് കലാവതി കാര്യങ്ങൾ അറിയുന്നത്. അതിർത്തിയിൽ ജവാന്മാർ മരിക്കുന്നതിനെതിരെയും കലാവതി പ്രതികരിച്ചു. എപ്പോഴും അതിർത്തി കാക്കുന്നവർ കൊല്ലപ്പെടുന്നെങ്കിൽ അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കണം. കുറഞ്ഞ പക്ഷം അവരുടെ കുടുംബങ്ങളെ നോക്കാനെങ്കിലും സാധിക്കും. ഗുരു ശ്രീനഗറിൽ ആയിരുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. പുൽവാമയിലേക്ക് പോകുന്നുവെന്നത് തന്നെ അറിയിച്ചിരുന്നില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം അവസ്ഥകളിൽ ഗുരു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജ്യത്തെ സംരക്ഷിക്കാനായി പോരാടിയ തന്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനിക്കുന്നു. എന്നാൽ ഗുരുവിനെ സംരക്ഷിക്കാൻ ആർക്കുമായില്ലെന്നും കലാവതി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.